എന്റെ പേര് മുനീർ. ഞാൻ ഒതുക്കുങ്ങലാണ് സ്ഥലം. നമ്മള് തെനങ്ങന്റെ സോളാർ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് അത് യൂസ് ചെയ്തത്. നമ്മളിത് വെച്ചതിന്റെ ശേഷം നമുക്ക് ഇവിടെ കറണ്ട് പോയാലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കറണ്ടിന്റെ യാതൊരു ഇഷ്യൂ ഇല്ല. നമ്മള് ബാറ്ററി, ഇതിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ബാറ്ററി സ്റ്റോറേജ് ആണ്. അത് പിന്നെ നമ്മള് നമ്മളെ വീടിനുള്ള എല്ലാ ലോഡും അത് എടുക്കുന്നുണ്ട്. പിന്നെ അവരെ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നല്ല സർവീസാണ്. നമ്മൾ എപ്പോ കോണ്ടാക്ട് ചെയ്താലും അവരുടെ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാരും യൂസ് ചെയ്താല് നല്ലതാവും. ഹലോ നിതിൻ സാറ് തെനങ്ങന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ എനിക്ക് 1-2 ഡൗട്ടുകൾ ഉണ്ട്. അതായത് ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് മെയിൻ ആയിട്ട്. അത് കറണ്ട് പോയാൽ എങ്ങനെയാണ് ഇൻവെർട്ടർ ബാറ്ററി എങ്ങനെ ലോഡ് ചെയ്യുക എന്നാണ്. അപ്പൊ സാർ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ പറഞ്ഞാൽ നന്നാവും. അതായത് സാധാ ഓൺ ഗ്രിഡിന് വിഭിന്നമായിട്ട് ഹൈബ്രിഡിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ അതിൽ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ലിഥിയം വെച്ചുകൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആണ്. പിന്നെ മാത്രമല്ല ഫസ്റ്റ് പ്രയോറിറ്റി ബാറ്ററി സ്റ്റോറേജിനാണ് ഇതിൽ കൊടുക്കുന്നത്. ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് എക്സസ് വരുന്ന എനർജി വീട്ടിൽ നമുക്ക് തരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടോ, ഇപ്പോ മഴ ആയതുകൊണ്ടാണ് ഒറ്റ കുറവാണ്. മഴ ആയതുകൊണ്ടുള്ള ജനറേഷൻ എന്നാൽ കൂടി ആ ജനറേഷനിൽ വീട്ടിലേക്ക് തന്നിട്ട് ബാക്കിയുള്ളത് KCBക്ക് പോവാണ്. ഇതാണ് ഇതിന്റെ സിസ്റ്റം. പകൽ സമയം കറണ്ട് പോയാല് ഇത് നേരെ ഓഫ് ഗ്രിഡ് ആയിട്ട് മാറും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് സോളാറിന്റെ എനർജി നമുക്ക് ലൈവായിട്ട് വീട്ടിലേക്ക് തരും. തികഞ്ഞിട്ടില്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കും. ഇത് തന്നെ വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്യും. രാത്രി സമയങ്ങളിൽ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ നമുക്ക് കറണ്ട് പോകുന്നത് വീട്ടിൽ അറിയില്ല. എന്നാൽ മാത്രമല്ല നമ്മൾ 2 തരം ഔട്ട്പുട്ട് ഉണ്ട്. ഇത് പവർ ഔട്ട്പുട്ട്, നമ്മൾ AC നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലോഡും നമ്മൾ AC, എയർ പിന്നെ മോട്ടർ, ഇങ്ങനത്തെ ഡിവൈസസ് ഒക്കെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇവിടെ വരുന്നത് നമ്മൾ ക്രിട്ടിക്കൽ ലോഡാണ്, നമ്മൾ ഇൻവെർട്ടർ ലോഡാണ്. അപ്പൊ രണ്ടും വർക്ക് ചെയ്യും. ബാറ്ററിയുടെ പെർസെന്റേജ് ഒരു 60% വരെ ഇത് രണ്ടും വർക്ക് ചെയ്തിട്ട് ഇതിനാണ് പ്രയോറിറ്റി. കാരണം ലൈറ്റ് ലോഡ്, ഇൻവെർട്ടർ ലോഡ്. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് അത് മാത്രം വർക്ക് ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ദീർഘസമയം കറണ്ട് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ബാറ്ററിന്റെ ബാക്കപ്പ് എങ്ങനെയാണ് ആണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതായത് ബാക്കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനിപ്പോ 5 യൂണിറ്റ് ശേഖരിക്കാൻ, 5 യൂണിറ്റ് പറഞ്ഞാൽ 5000 വാട്ട്-അവർ. അതേപോലെ ഇതും 5000 വാട്ട്-അവർ. രണ്ടും കൂടെ 10 യൂണിറ്റ് ശേഖരിക്കാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ഒരു വ്യാപ്തി അറിയണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലോഡ് എടുക്കുക. അപ്പൊ സപ്പോസ് ഒരു 1000 വാട്ട് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയ ലോഡായി. ഇപ്പൊ നമ്മളൊരു LED ലൈറ്റ് ഒക്കെ പറഞ്ഞാൽ 10 വാട്ട്, 20 വാട്ട്. പിന്നെ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഇപ്പൊ 150 വാട്ട് ഇൻവെർട്ടർ ഫ്രിഡ്ജ് വരും. അങ്ങനെ 1000 വാട്ട് നമ്മൾ ലോഡ് ചെയ്താൽ ഈ 2 ബാറ്ററി ബാങ്കും കൂടെ നമുക്ക് 10 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. ഒരു വീട്ടിലിപ്പോ ഞങ്ങൾ നോക്കുമ്പോൾ ആവറേജ് ഒരു ഡിസ്ചാർജ് പറയുന്ന ആകെ 500 വാട്ട്സ് ആണ് ഈ സമയത്ത്. ഈ ലോഡാണെങ്കിൽ 20 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്.